Good morning, all. Good morning, all. Good morning. Good morning, Miss. Good morning. Good morning, Miss. Okay, good morning. അപ്പൊ എല്ലാവരും നമ്മുടെ ഡയറ്ററി സർവീസ് അല്ലേ നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ള ഒരു പോർഷന്റെ ലാസ്റ്റ് ഭാഗമാണ് ഡയറ്ററി സർവീസസ്. അപ്പൊ അതിന്റെ PDF എടുക്കുക. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ ഡയറ്ററി സർവീസസ്? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ? സിമ്പിൾ ടോപ്പിക് ആണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ഇത് ബാക്കിയുള്ള ഭാഗം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെടുത്ത ക്വസ്റ്റ്യൻസിനെ ഒന്ന് നോക്കാനായിട്ട് അവസരം കിട്ടുമെന്ന് നോക്കാം. അപ്പൊ കുറച്ച് ഭാഗത്തിന്റെ എടുത്തിട്ട് നമുക്കല്ലേ നമ്മളെടുത്ത ഭാഗത്തെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ ഈ ഭാഗത്തേക്ക് കിടക്കട്ടെ. ഡയറ്ററി സർവീസിൽ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം, നമ്മുടെ ആരോഗ്യപരമായ അത് നമുക്കറിയാം, അസുഖമായിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുന്നത്. ഔട്ട് പേഷ്യന്റ് ആയാലും ഇൻ പേഷ്യന്റ് ആയാലും കിടത്തി ചികിത്സ വന്നാലും അല്ലാതെ തന്നെ ഡോക്ടറിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോഴും നമുക്കറിയാം രോഗം ഭേദമാക്കുക എന്നൊരു ലക്ഷ്യമാണ്. അപ്പൊ ഡോക്ടേഴ്സ് മെഡിസിനോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണ രീതികളെ കുറിച്ച് നമുക്ക് അഡ്വൈസ് ചെയ്തു തരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സർവീസ് നടത്തുന്നത് ഡയറ്റീഷ്യൻസ് ആയിരിക്കും. അത് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമ്മൾ കണ്ടുപോയത്. ഇനി എന്താണ് നമ്മൾ അതിന്റെ ഒരു സ്റ്റാഫിംഗ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് മാത്രമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, ദെൻ ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെ ചില അടുത്ത് എന്താണ് ഇൻ പേഷ്യന്റിന് മാത്രം അവർക്ക് ചില വ്യത്യസ്ത പേഴ്സൺസിന് അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ചില പേഴ്സൺസിന് ഇന്ന രീതിയിലുള്ള ഭക്ഷണക്രമം മാത്രമുള്ളൂ എന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുകയും മെഡിസിനോടൊപ്പം തന്നെ അത്തരം ഭക്ഷണം അവർക്ക് കൊടുത്ത് അവര് രോഗത്തിനെ കൺട്രോൾ ചെയ്തതിനു ശേഷമാണ് വീട്ടിലേക്കൊക്കെ പറഞ്ഞു വിടുക. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. ദെൻ ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ പൊതുവെ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഴ്സൺസ്, അതായത് കിടത്തി ചികിത്സിക്കാത്ത പേഷ്യൻസ് ഡോക്ടറിന്റെ സേവനം ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർ ഇപ്പോ എന്തെങ്കിലും ഡയറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്താ ഡയറ്റീഷ്യനെ കണ്ടിട്ട് പോകാനായിട്ട് ചിലപ്പോൾ റെഫർ ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് ഡയറ്റീഷ്യനെ കാണുമ്പോൾ ഇന്ന രോഗമുള്ള പേഴ്സൺസ് ഇന്ന കാര്യങ്ങളാണ് ചെയ്യണേന്ന് ഡയറ്റീഷ്യൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. ഇന്ന രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, രാവിലെ ഇന്ന ഫുഡാണ് ഇന്ന ഫുഡില് ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, തന്നെ ലഞ്ച് ആണെങ്കിലും അതേമാതിരി തന്നെ സപ്പർ ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും എല്ലാത്തിലും ഒരു ക്രമീകരണം അവർക്ക് പറഞ്ഞു കൊടുക്കും. അത്തരത്തിലുള്ള കാര്യമാണ് ഡയറ്റ് കൗൺസിലിംഗിൽ വരുന്നത്. കമേഴ്ഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെ വ്യത്യസ്ത പ്ലേസുകളിലെല്ലാം കമേഴ്ഷ്യലായിട്ട്, അതായത് നമ്മുടെ വ്യവസായ രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു ഇൻകം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് എന്താണ് ചില തരത്തിലുള്ള ചെറിയ രീതിയിൽ എന്തെങ്കിലും പൈസ അല്ലെ കോയിനൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ടി വിയിലും അതേമാതിരി തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എക്സ്പെൻസ് അവിടെ കൊടുത്ത് നമുക്കൊരു ചെറിയ ചായയും കടിയൊക്കെ കിട്ടുന്ന ഒരു പാക്കേജ് സൗകര്യങ്ങൾ, അതൊക്കെയാണ് കമേഴ്ഷ്യൽ കാറ്റഗറിയിൽ പറയുന്നത്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നമുക്കറിയാം ഭക്ഷണത്തില് അല്ലെങ്കിൽ ഒരു വസ്തുവില് എത്രത്തോളം ഇന്ന പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് എന്ന് അറിയുന്നത് അവര് അത്തരത്തിലുള്ള കാര്യങ്ങൾ രുചിയിലേക്ക് അപ്ലൈ ചെയ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫുഡിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതോടൊപ്പം അത്തരത്തിലുള്ള ഫുഡ് ഇന്ന പേഷ്യൻസിന് കൊടുക്കുമ്പോഴും എന്താണ് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ആ രീതിയിൽ ഫുഡുമായി ബന്ധപ്പെട്ട റിസർച്ചും ട്രെയിനിങ് ഒക്കെ നടത്തുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ചില് പറയുന്നത്. അതാണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻസിന്റെ കാര്യത്തിൽ പറയുന്നത്. അത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 4 ഹെഡിങ്സിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ഇംപേഷ്യന്റ് കാറ്ററിംഗ്. ഇംപേഷ്യന്റ് കാറ്ററിംഗിൽ എന്താ പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ.
അതായത് നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ളപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. അതായത് ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശമൊക്കെ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യും ഇന്ന കാര്യങ്ങളൊന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആ ഡയറ്റീഷ്യന്റെ സേവനമാണ് നമ്മളിപ്പോ ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത പേഴ്സണെ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെ ഫുഡ് എന്താണ് മാറ്റങ്ങൾ വരുത്തുക എന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. It should be balanced diet that provides sufficient calories considering the type of underlying illness, in extra nutrition needs and the normal food habit of a patient in the state. അതായത് നമ്മളുടെ ഈ ഇതിനനുസരിച്ചിട്ട് ഒരു അണ്ടർലൈൻ ഇൽനെസ്, ആ വ്യക്തിയുടെ അടിസ്ഥാന രോഗം എന്താണ്, ആ വ്യക്തിക്ക് ഉള്ള രോഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും. അത് സഫീഷ്യന്റ് ആയ കലോറീസിൽ, അതായത് മതിയായ അളവിൽ അവർക്ക് ന്യൂട്രീഷൻസ് അല്ലെ പോഷകാഹാരങ്ങൾ ലഭ്യമാക്കുകയും വേണം. പക്ഷെ അവരുടെ രോഗത്തിനെ അത് എഫക്ട് ചെയ്യാനായിട്ടും അതിന് രോഗം വർദ്ധിക്കാനായിട്ട് അല്ലെ, അത് വഷളാകുന്ന തരത്തിലാകാനും പാടില്ല. പക്ഷെ സഫീഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് പോഷകാഹാരങ്ങൾ ആ വ്യക്തിക്ക് ലഭ്യമാകുകയും വേണം. ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സഫീഷ്യന്റ് കലോറീസ് കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈൻ ഇൽനെസ്. അതായത് അടിസ്ഥാന രോഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവര് സഫീഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് അനുസൃതമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് സമീകൃത ആഹാരം നിർദ്ദേശിക്കുന്നത്. ഇനി എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡ്സ് ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷൻസ് വേണമെങ്കിൽ അത് വേറെ രീതിയിൽ അല്ലെ, വേറെ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടാണ് അവർക്ക് ഏതെങ്കിലും വേറെ രീതിയിലുള്ള പോഷക സമൃദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചിലപ്പോൾ ആണെങ്കിൽ ചില കാര്യങ്ങൾ ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന അസുഖത്തിനെ അത് എഫക്ട് ചെയ്യും, അത് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റേതെങ്കിലും തലത്തിലുള്ള പോഷകാഹാരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ഏതെങ്കിലും ഹാബിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ശീലങ്ങളിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. ഇൻപേഷ്യന്റ് അല്ല, അതായത് കിടത്തി ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റ് അല്ല. അപ്പൊ ആ വ്യക്തിക്ക് നമുക്കറിയാലേ, ഓരോ പ്രാവശ്യം അവർ മെഡിസിനോടൊപ്പം തന്നെ ഈ ഫുഡിൽ കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും നോർമലി ആയി വരുന്നുണ്ടോ എന്നൊക്കെ ഈ പേഷ്യന്റ് ആണെങ്കിൽ മനസ്സിലാക്കി വെക്കും. ഡയറ്റ് കൗൺസിലിംഗ് ആണെങ്കിൽ അവര് അവിടെ ഇൻപേഷ്യന്റ് അല്ല, ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ്. അത് ആർക്കാണ് കൊടുക്കുന്നത്? ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ളത്. അതായത് ഡോക്ടറെ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോ ചില ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും നിങ്ങൾ ഡയറ്റീഷ്യനെ കൂടി കാണണമെന്ന് പറയുകയാണെങ്കിൽ ഡയറ്റീഷ്യന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവർക്ക് ഡയറ്റീഷ്യൻ ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കും. നിങ്ങൾ ഈ മെഡിസിനോടൊപ്പം ഇന്നിന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇന്നിന്ന സമയത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഡയറ്റീഷ്യൻ ആ പേഷ്യന്റിന് കൊടുക്കും. Can be given as outpatient diet clinics when patients are referred by clinicians, dietitians to calculate their dietary needs in view of the body weight. അവരുടെ ബോഡി വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള ഡയറ്റീഷ്യൻസ്, അതായത് ഡയറ്റ്, അതായത് അവരുടെ ബോഡി വെയിറ്റ് ചിലപ്പോൾ ചിലർക്ക് ബോഡി വെയിറ്റ് ഹൈ ആണെങ്കിൽ അവർക്ക് ആവശ്യമായ മതിയായ അളവിലുള്ള ഭക്ഷണം ഏതൊക്കെ സമയത്ത് മാത്രം കഴിക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങളാണ് കഴിക്കേണ്ടതെന്നൊക്കെ നിർദ്ദേശിക്കും. ഇൻ കേസ് അവരുടെ ബോഡി വെയിറ്റ് അത്രയും ഹൈ അല്ല, അത് വളരെ കുറച്ചാണെങ്കിൽ കൂടുതൽ ഭക്ഷണം ഉൾപ്പെടുത്തണമെന്ന് അവര് നിർദ്ദേശിച്ചിരിക്കും. Then underlying diseasing of food habits, availability and acceptability of various food depending upon the economic condition of each patient. ഇതില് പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് വരുന്ന ആ ഒരു അസുഖം എന്താണോ ഓരോ വ്യക്തിക്കുമുള്ള അടിസ്ഥാന അസുഖം എന്താണോ അത് മനസ്സിലാക്കിയിട്ടാണ് ഡയറ്റീഷ്യൻസ് അവർക്ക് അതിന് അനുയോജ്യമായ ഭക്ഷണക്രമം പറയുന്നത്. അപ്പൊ അണ്ടർലൈൻ ഡിസീസിങ്, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി, അതിനുശേഷമാണ് ഏത് രീതിയിലുള്ള ഭക്ഷണ ശീലങ്ങളാണ് അവർക്ക് വേണ്ടി വരുന്നത് എന്ന് നിർദ്ദേശിക്കുക. ഫുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യൻസ്, അത് പ്രത്യേകമായിട്ട് പറയുന്നു. അതായത് അവരുടെ സാമ്പത്തികാവസ്ഥയും കൂടി
മനസ്സിലാക്കിയിട്ടാണ് ചിലപ്പോഴെല്ലാം ഡയറ്റീഷ്യൻസ് ഇത്തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് നിർദ്ദേശിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഭക്ഷണ ശീലങ്ങൾ നിർദ്ദേശിക്കുന്നു. Patients are usually given a diet to be followed by them, along with a certain food either to be discarded or to be preferred. അതായത് പേഷ്യൻസ് ചിലപ്പോഴൊക്കെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അവര് എന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ എന്താണ് ചിലത് അവർക്ക് വേണം മുൻഗണനാ പ്രകാരം തന്നെ കഴിക്കേണ്ടതായിട്ടും എന്താണ് ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കും. Patients are usually given a diet to be followed by them, along with a certain food. കുറച്ച് ഫുഡൊക്കെ either to be discarded, ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, or to be preferred, ചിലതൊക്കെ പ്രാധാന്യത്തോടുകൂടി അല്ലെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വീക്കിലി 2 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അത് ഓരോ വ്യക്തിയുടെയും അസുഖത്തിന്റെ ബേസിലാണ്, അണ്ടർലൈൻ ഡിസീസ് എന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാനപരമായ അസുഖത്തിന്റെ ബേസിലാണ് ഈ കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡയറ്റ് കൗൺസിലിംഗിൽ വരുന്നത്. നെക്സ്റ്റ് കമേഴ്ഷ്യൽ കാറ്ററിംഗ്. കണ്ടിന്യൂ ചെയ്യാലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്താണെന്ന് നോക്കാം. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. അതായത് നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസ് ഒക്കെ നടത്തുന്നത് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ പൊതുവെ എന്താണ് ക്യാൻറ്റീൻ നടത്തുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള ഇൻകം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ നോക്കാൻ എന്താണ് സർവീസും കൂടിയാണ് അല്ലെ, ഒരു സേവനം കൂടിയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫുകൾക്ക് മാത്രമുള്ള ക്യാൻറ്റീൻ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ അതൊരു തരം സർവീസും കൂടിയാണ് എന്നാണ് പറയുന്നത്. Then provision of meals, cheese, snacks, cold drinks, then etc. അതായത് കൂൾ ഡ്രിങ്ക്സും മീൽസും ടീയും സ്നാക്സ് ഒക്കെ അതുമാതിരി എന്താണ് ചെറിയ ചെറിയ രീതിയിലൊക്കെ വിൽപ്പന. നമുക്കറിയാം ഇതൊക്കെ അല്ലെ ഹോസ്പിറ്റലിന്റെ ചില ഭാഗങ്ങളിലായിട്ട് മാത്രമായിട്ട് ഇന്ന കൗണ്ടറുകൾ ഉണ്ടാവും, ചെറിയ ടീയും സ്നാക്സ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ടാവും. അതൊരു തരം സർവീസ് കൂടിയാണ് എന്ന് പറയുന്നു. Then cheaper than cost run by a private parties. അതായത് മറ്റു പുറത്തുനിന്നുള്ള പ്രൈവറ്റ് പാർട്ടീസിനെ അപേക്ഷിച്ച് വളരെ ഇച്ചിരി ചെലവ് കുറഞ്ഞ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. Then administration can control the quality of food service. പ്രധാനമായിട്ടും എന്താണ് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. അവിടെയുള്ള ഫുഡ് സർവീസിന് പ്രധാനമായിട്ടും അതിന്റെ ഗുണമേന്മയ്ക്കാണ് പ്രധാനമായിട്ടും കൺട്രോളിങ് കൊടുക്കുന്നത്. Then service can be given to staff, attendants or visitors. അതായത് ഈ തരത്തിലുള്ള സേവനം ആർക്കൊക്കെ ലഭ്യമാക്കാം? അവിടെയുള്ള സ്റ്റാഫുകൾക്കും അതേമാതിരി തന്നെ അവിടെയുള്ള പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് ആയിട്ട് വരുന്നവർക്കും വിസിറ്റേഴ്സിനും എല്ലാം ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. Hospitals can have mobile vending machine in a certain location like OPD, casualty block, etc. അതായത് നമുക്കറിയാം അല്ലെ, വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ചില സെപ്പറേറ്റ് സെക്ഷനുകളിലാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൂടുതലായിട്ടും നൽകപ്പെടുന്നത്. അപ്പൊ ചെറിയ രീതിയിലുള്ള സേവനങ്ങൾ അല്ലെ, വലിയ ഒരു ക്യാൻറ്റീൻ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. അതേസമയം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ അല്ലെ, മൊബൈൽ ഓർ വെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾ മാത്രം, അതായത് ഒരു ടീ പോലെയുള്ള കാര്യങ്ങൾ, ചെറിയ ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ നമുക്ക് എന്തെങ്കിലും കോയിനൊക്കെ ഇട്ട് കൊടുത്താലും എടുക്കുന്ന രീതിയാണ് വെൻഡിങ് സർവീസ്, വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ആ വെൻഡിങ് മെഷീനിലേക്ക് ഇന്ന ഇത്തരത്തിലുള്ള കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ നിന്ന് ചിലപ്പോൾ ഒരു കോഫിയൊക്കെ നമുക്ക് സ്വമേധയാ ലഭ്യമാക്കുന്ന ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ എന്താണ് ചെറിയ രീതിയിലുള്ള കടകൾ, ചെറിയൊരു നമുക്ക് ചെറിയ സ്നാക്സും ടീയും മാത്രം കിട്ടുന്ന അവൈലബിൾ ആകുന്ന സർവീസുകളാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ക്യാമ്പ് ആവും മൊബൈൽ വെൻഡിങ് മെഷീൻ. സർട്ടൻ ലൊക്കേഷനിൽ ചില ലൊക്കേഷൻ ഓരോരോ ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ടും നമ്മുടെ OPD, കാഷ്വാലിറ്റി ബ്ലോക്കുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകും. ലാസ്റ്റ് പറഞ്ഞ എന്താണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് സ്റ്റാഫ് such as the nurses, nursing aides, residents, technicians, cook, etc. could be educated considering type of food's balanced meal, caloric values, etc. The department can have in service teaching programs for the staff. അതായത് ഇവർക്കൊക്കെ, അതായത് ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരാണെങ്കിലും നഴ്സിംഗ് മേഖലയ്ക്ക് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ റെസിഡൻസ് ആയിട്ടുള്ള അവിടെ നിന്ന് പഠിക്കുന്നവര്, ടെക്നീഷ്യൻസ്, കുക്കേഴ്സ്, അവരെല്ലാവരും എന്താണ് ഒരു തരത്തിലുള്ള പഠനത്തിന് വിധേയമാകുന്നതോടൊപ്പം തന്നെ ട്രെയിനിങ് കൂടി കിട്ടുകയാണ്. എഡ്യൂക്കേറ്റഡ് കൺസിഡറിംഗ് ടൈപ്പ് ഓഫ് ഫുഡ്, ഇന്ന ഫുഡുകളിൽ അവർക്ക് ഇന്ന ഇതുകളാണോ ഉള്ളത്,
ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്താണോ അല്ലെ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ലഞ്ചിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണോ, ദെൻ ഈവനിങ്ങിലൊക്കെ എന്തൊക്കെയാണോ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ടീച്ചിങ് കൂടി അവർക്ക് കൊടുക്കുന്നുണ്ടോ. ഒപ്പം തന്നെ അവരത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസ് ഒക്കെ ആവുമ്പോൾ ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്ന സമയങ്ങളിൽ കഴിക്കേണ്ടതെന്ന് ഇവർക്ക് ടീച്ചിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഒപ്പം തന്നെ ഗവേഷണത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിൽ സ്വമേധയാ തന്നെ എന്തെങ്കിലും സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഇന്ന പേഷ്യൻസിന് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന തരം ചെറിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരം കൂടി ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഡയറ്റീഷ്യന്റെ റോളാണ് നമ്മൾ കണ്ടത്. ഡയറ്റീഷ്യൻസ് പൊതുവെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു മേഖലയിലാണ് സർവീസ് കാഴ്ചവെക്കുന്നത്. അത് ഇൻപേഷ്യന്റുകാരാണെങ്കിൽ അവര് കൃത്യമായിട്ട് ഡയറ്റീഷ്യൻസ് പറയും ഇന്നിന്ന റൂമിൽ അല്ലെങ്കിൽ ഇന്നിന്ന വാർഡിലുള്ള പേഷ്യൻസിന് അവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിന്ന രീതിയിലാണ് ഫുഡ് കൊടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം ഉണ്ടാകും. അതേമാതിരി തന്നെ ഡയറ്റീഷ്യന്റെ സേവനം വേണമെന്ന് ഡോക്ടേഴ്സ് ആരെങ്കിലും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് കൊടുക്കും. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് സർവീസാണ് അവരുദ്ദേശിക്കുന്നത്, ഡയറ്റീഷ്യൻസ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ ക്യാൻറ്റീൻ സർവീസിലാണെങ്കിലും എന്താണ് സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവിടെയെല്ലാം പ്രധാനമായിട്ടും സേവനങ്ങളാണ് ഇവർ കാഴ്ചവെക്കുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അതായത് ഇതോടൊപ്പം തന്നെ അവർക്ക് കുട്ടികൾക്ക്, അതായത് അവിടുത്തെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിലുള്ള വ്യക്തികൾക്കെല്ലാം എന്താണ് ഒരു ടീച്ചിങ്ങും എഡ്യൂക്കേഷനും വിവരങ്ങൾ സമ്പാദിക്കാനുള്ള അവസരവും ഗവേഷണം നടത്താനുള്ള ചെറിയ രീതിയിലുള്ള ഗവേഷണ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള അവസരം കൂടിയും കൊടുക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഫങ്ഷൻസ് എന്താന്നുള്ളതാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്. ഒരു ചെറിയ ഇത്രയും ടോപ്പിക് കൂടെ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നോക്കി വെച്ചായിരുന്നോ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ് ഞാൻ എടുത്ത പോർഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയായിരുന്നോ? ആദ്യം മെസ്സേജ് കാണുന്നില്ല, ആരും നോക്കിയില്ല. എന്തായാലും നിങ്ങൾക്ക് എക്സാം ഉണ്ട് കേട്ടോ, അത് തന്നെ എക്സാം ഉണ്ട്. അപ്പൊ ഞാനെടുത്ത ചാപ്റ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഫസ്റ്റില് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എടുത്തത്. ഞാൻ എടുക്കാനുള്ള ഭാഗം പെൻഡിങ് വെച്ചിട്ടാണോ നിങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എക്സാമിനോട് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ ഒരുക്കം നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്സ്, അതന്നെ ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് എടുത്ത് തപ്പിപ്പിടിച്ച് വായിച്ചൊക്കെ നോക്കിയതോ? ടൈപ്പ് ചെയ്തയക്കാനായിട്ട് പറ്റില്ല, കാരണം അത് മൊത്തത്തിൽ ഇത് സംഭവിക്കുക എന്തെങ്കിലും എന്താ പറയാ പോർഷൻസ് എടുത്ത് തീർക്കാനുള്ള അവസരമാണ് പൊതുവെ ഉള്ളത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് നെക്സ്റ്റ് അവളും കൂടി ഉണ്ട്, അതായത് നെക്സ്റ്റ് വീക്കിലും കൂടി ഉണ്ടാവും.
അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു പോയാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം നമ്മൾ എടുത്ത ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ടൊക്കെ ചാപ്റ്റർ നോക്കി എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ചാപ്റ്ററുകൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനാണ്. നിങ്ങൾ എന്തായാലും എക്സാമിനൊന്ന് ചെറുതായിട്ടെങ്കിലും പ്രിപ്പയർ ചെയ്യണം അല്ലെ? എന്തായാലും വായിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എക്സാം അടുത്ത് വരുമ്പോൾ നമ്മൾ എന്തായാലും ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഒന്ന് എടുത്ത് നോക്കാം. എന്റെ ചാപ്റ്റേഴ്സിൽ ഉള്ളത് ഇനി നെക്സ്റ്റ് വീക്ക് വരുമ്പോഴാണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റല്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ. ഞാൻ എഴുതി ടൈപ്പ് ചെയ്യുന്നില്ല, അത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ഓക്കെ, ആരൊക്കെയോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് മൊഡ്യൂളിലുള്ളത് എന്താണ്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലേബർ റൂം, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്, ഡയറ്ററി സർവീസ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലേബർ റൂം സർവീസ്, ദെൻ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്, ഡയറ്ററി സർവീസ്. അപ്പൊ അത്രയും 4 ചാപ്റ്ററും കൂടിയാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 9 ചാപ്റ്റർ ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് വീക്ക് വരുമ്പോഴേ, ഇന്ന് ആരെങ്കിലും വായിച്ചു നോക്കിയില്ല, എഴുതാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ക്ലിയർ ചെയ്യാം. ഞാനപ്പോ ഓർത്തത് നിങ്ങൾ ആരെങ്കിലൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലൊക്കെ ചോദിക്കും, അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഈ പേജ് കൂടെ ഉള്ളൂ നമുക്ക് എടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് ടൈം എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നിപ്പോ ആരും നോക്കാതെ വരുമ്പോ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ എടുത്ത് തരേണ്ടതുണ്ടെങ്കിൽ അത് എടുത്ത് തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എക്സ്പ്ലെയിൻ ചെയ്യണം മാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യലുമാവും, ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും ആവും. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുന്നു. ഒന്നുകൂടെ സെക്കൻഡ് മൊഡ്യൂൾ പറയാം. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലേബർ റൂം സർവീസ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലേബർ റൂം സർവീസ്, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്, ഞാൻ ഇപ്പൊ എടുക്കുന്ന ഡയറ്ററി സർവീസ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും ലേബർ റൂം സർവീസ്, ഡയറ്ററി സർവീസസ്, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. അപ്പൊ അത്ര ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. പൊതുവെ നിങ്ങൾ നോക്കി വെക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനിടയ്ക്കൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. എനിവേ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് ടൈമിലെങ്കിലും വരുമ്പോൾ എന്താണെന്ന് നോക്കി വെക്കുക. അപ്പോ നമുക്ക് എന്നാ ഫങ്ഷൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. അതിനുശേഷം വേണമെങ്കിൽ ആരെങ്കിലും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഭാഗമേ എടുക്കാനുള്ളൂ. പ്രോബ്ലംസ്, സിറ്റുവേഷൻ ജസ്റ്റ് എന്തായാലും ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ എടുക്കുകയും ചെയ്യാം. ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് അധികം ഇതില്ല. ഓക്കെ, എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. എന്താണ് ഫങ്ഷൻസ്? ഡയറ്ററി സർവീസസിന്റെ ഫങ്ഷൻസ് ഞാനപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. എന്തായാലും നമുക്കിപ്പോ ഡയറ്ററി സർവീസസിലേക്ക് തന്നെ വീണ്ടും വരാം. എന്താണ് ഫങ്ഷൻസ്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അതായത് നമുക്ക് അറിയാം ഡയറ്ററി സർവീസസിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി. അതായത് ഭക്ഷണ കാര്യത്തിന്റെ ക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതില് വീണ്ടും ഫങ്ഷൻസിനെ കുറിച്ച് പറയുമ്പോഴും ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അതായത് ഇൻ കേസ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാലേ, ഭക്ഷണ ഇത് ഉണ്ടാവുമ്പോൾ അതിന്റെ സാമഗ്രികളും അത് കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട വസ്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ എന്തെങ്കിലും മെയിൻ്റനൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. അതായത് മതിയായ ഒരു മിതമായ രീതിയിൽ, മിതമായ ചെലവിൽ തന്നെ അല്ലെ, നമുക്ക് ഒരുപാട് കോസ്റ്റ് പ്രോഫിറ്റബിൾ ആക്കിയുള്ള സർവീസ് ഹോസ്പിറ്റലിൽ നിന്ന് വിചാരിക്കരുത്, അങ്ങനെ കൊടുക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ്, നല്ല ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്, മിതമായ നിരക്കില് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. Then by to specification, receive supplies, check their quantity and quality store. അതായത് നമ്മൾ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത്
മേടിക്കണം അല്ലെ. നമുക്കിപ്പോ ഇന്ന സാധനങ്ങൾ വേണം. നമുക്കിപ്പോ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ നിലപാട് അനുസരിച്ചിട്ട് അവർക്ക് ഇന്ന രീതിയിലുള്ള ഫുഡ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ, നിർദ്ദേശിക്കുള്ളൂ. അപ്പൊ അത് തന്നെ പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സേവനം എന്താണ് അവിടെ ഉണ്ടായിരിക്കണം. റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാണ്ടിറ്റി, അവർക്ക് ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ അളവിൽ എന്തെങ്കിലും വേരിയേഷൻ എന്തെങ്കിലും ചെക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ക്വാളിറ്റിയിലും ഗുണമേന്മയിലും എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതായത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൽ എന്തെങ്കിലും അല്ലെ, നമുക്ക് ചീത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് എന്താണ് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഇത് ഭക്ഷ്യവിഷബാധ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ദെൻ മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്, അതായത് ഉണ്ടാക്കുക, അതേമാതിരി തന്നെ ഓരോ ബാഹ്യം ചെയ്ത് വെക്കുക, അസംബിൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂട്ടിച്ചേർത്ത് വെക്കുക അല്ലെ. ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അത് അസംബിൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് യോജിപ്പിച്ച് വരണം അല്ലെ. നമുക്കറിയാം പച്ചക്കറി ആണെങ്കിലും മീറ്റ് അങ്ങനത്തെ എന്ത് ഫുഡാണെങ്കിലും, ഇപ്പൊ ഈവൻ ബിരിയാണി ആണെങ്കിൽ കൂടി അത് പല പല ഘട്ടങ്ങളാക്കി വെച്ചിട്ടായിരിക്കും അത് ഒന്നിച്ച് അസംബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അസംബിളും ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക എന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്താണ് ഇത് ഈ സർവീസിന്റെ ഭാഗം തന്നെയാണ്. മേക്ക് ഉണ്ടാക്കുക, പോർഷൻ ചെയ്ത് വെക്കുക, അസംബിൾ ചെയ്തിടുക, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് എല്ലാവർക്കും വിതരണം ചെയ്യുക എന്നുള്ളതെല്ലാം ഈ സർവീസിന്റെ തന്നെ ഭാഗമാണ്. തന്നെ ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പി അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. ഇത് നമ്മൾക്ക് വളർത്തിയെടുക്കുക നല്ല രീതിയിലുള്ള റെസിപ്പികൾ അല്ലെ. പുതിയ പുതിയ മെത്തേഡ് നമുക്കറിയാം യൂട്യൂബിൽ നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് യൂട്യൂബിൽ വരുന്ന എന്തെങ്കിലും റെസിപ്പി കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നിയാൽ എന്താണ് ഉണ്ടാക്കി നോക്കാനായിട്ട് പരിശ്രമിക്കും. ഇത് തന്നെയാണ് അവിടെയും, അതായത് ഹോസ്പിറ്റലിലാണെങ്കിൽ കൂടിയും അവിടുത്തെ സർവീസിലും എന്താ വളർത്തിയെടുക്കുക നല്ല നല്ല റെസിപ്പികൾ അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് പേഷ്യൻസിന്റെ പോഷക സമൃദ്ധമായ നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള റെസിപ്പികൾ വളർത്തിയെടുക്കുക. Then to instruct about how diet plays an important role in the treatment of various diseases. അപ്പൊ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഇൻ കേസ് ഡയറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് വച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള നീഡ്സിനെ, ആ രീതിയിലുള്ള ആവശ്യത്തിനെ മനസ്സിലാക്കി ഏത് രീതിയിലുള്ള ഡിസീസ് ആണോ ആ രീതിയിലെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് വ്യത്യസ്ത ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള രീതികൾ മനസ്സിലാക്കി നമ്മൾ എവരിഡേ ഡയറ്റ് പ്ലാന് തയ്യാറാക്കണം. നമുക്കറിയാം പ്രധാനമായിട്ടും ഇൻപേഷ്യന്റിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഓരോ ദിവസം ഇന്ന ഇത് ഉൾപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശമുണ്ടാവും. അപ്പൊ ആ രീതിയിൽ തന്നെ അവർക്ക് ഡയറ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. Then to follow the everyday diet pattern of a patient to meet their needs throughout the various disease conditions. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ ഇതിലൊരു പോയിന്റ് ഉള്ളത്. To instruct about how diet plays an important role in the treatment of various diseases. എങ്ങനെയാണ് ഡയറ്റീഷ്യൻ പ്ലേ ചെയ്യുന്നത്, ഞാൻ നെക്സ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞു പോയത്, അതുകൊണ്ടാണ് അവിടെ കൺഫ്യൂഷൻ വന്നത്. To instruct about how diet plays an important role in the treatment of various diseases. ഓരോ ഡിസീസസിന്റെയും പ്രത്യേകത അനുസരിച്ചിട്ട് ഏത് രീതിയിലാണ് ഡയറ്റീഷ്യൻസ് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ ആ ഇൻസ്ട്രക്ഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവര് പറയും ഇന്ന നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കും ഇന്ന ഡിസീസിന് അല്ലെ. ചില ഇൻപേഷ്യൻസിന് എല്ലാവർക്കും ഒരുപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അത് ചിലപ്പോൾ ഗ്രൂപ്പ് വൈസ് ഇപ്പൊ ഡയബറ്റീസ് പേഷ്യൻസിന്റെ ഒരു ഇത് തന്നെയാണെങ്കിൽ നമുക്കറിയാം അവിടെ ആവശ്യമുള്ള ഫുഡിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. പക്ഷെ സ്പെഷ്യലി ഒരു സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രശ്നം അവരുടെ ഡയറ്റീഷ്യനിലെ വേറെ രീതികളാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഡയറ്റീഷ്യൻ അതനുസരിച്ച് തന്നെ അവർ പേഷ്യൻസിന്റെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചിട്ട് അവർക്ക് സ്പെഷ്യലി ഫുഡ് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ ആ ഒരു റോൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. Then the everyday function of the dietary department is to prepare a meal and snacks for patients who are admitted to the hospital. അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും മീറ്റ് അല്ലെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതേമാതിരി തന്നെ സ്നാക്സ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും രീതി അനുസരിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എവരിഡേ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. These meals are prepared by a strict guideline of the physician's written order. അതായത് ഫിസിഷ്യൻ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കണം, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയായിരിക്കണം അവരുടെ ഭക്ഷണക്രമങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടത്.
ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഗ്രൂപ്പിലാണെങ്കിൽ എളുപ്പമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട്. നമുക്കറിയാം ഇങ്ങനെ ഫുഡ് ഇങ്ങനെ രീതി. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ ആ ഡോക്ടർ എന്താണോ വ്യക്തമായിട്ട് രീതി തയ്യാറാക്കേണ്ടത് ആ രീതിയിൽ തന്നെ അവർക്ക് മീൽസ് അല്ലെ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അതായത് അവരുടെ പേഷ്യന്റിന്റെ ചികിത്സ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പഠനം നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതും ഈ ഡയറ്റീഷ്യന്റെ ആ സർവീസിൽ പെടുന്നതാണ്. ട്രെയിൻ ഡയറ്റിക്സ് ഇന്റേൺ, അതായത് അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് തന്നെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഇന്ന രീതിയിലാണ് നിങ്ങൾ എണീറ്റ് വരുമ്പോൾ ചില വ്യക്തികളുണ്ടല്ലേ സാധാരണ അവരതൊന്നും ശ്രദ്ധിക്കാറില്ല. സാധാരണ രീതിയിൽ തന്നെ എണീക്കുമ്പോൾ കിട്ടിയതൊക്കെ കഴിക്കും. ഇങ്ങനെ ഫുഡ് ഏത് ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തിനാണ് ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെയൊന്നും നോക്കൂല. ചിലപ്പോൾ എണീക്കുമ്പോൾ തന്നെ മധുരം കഴിക്കണമെന്ന് തോന്നി അവർ മധുരം കഴിച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്താണ് രോഗം എന്ന് പറയുന്നത് ഒരിക്കലും ഭേദമാവാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പൊ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് ട്രെയിൻ ഡയറ്റിക്സ് ഇന്റേൺ, അതായത് വ്യക്തികൾക്ക് ട്രെയിനിങ് കൃത്യമായിട്ട് കൊടുക്കണം. ഇന്ന രീതിയിലാണ് ഓരോ ഡേ തുടങ്ങുമ്പോൾ തുടങ്ങി ഇൻഡ് വരെ എങ്ങനെയാണ് എന്നുള്ള ട്രെയിനിങ് ചിലപ്പോൾ കൊടുക്കേണ്ടതായിരിക്കും. Then give a direction to nurses, medical and dental students about the principles of nutrition and diet therapy. അതായത് അവർക്ക് നഴ്സുമാർക്കാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിന് ആർക്കാണെങ്കിലും പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻസ്, അതായത് നമ്മുടെ തത്വങ്ങൾ അല്ലെ, ഒരു കൃത്യമായിട്ട് തന്നെ ഭക്ഷണത്തിൻ്റെതായ ഒരു കൃത്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ് പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് കൈകാര്യം, നമുക്കറിയാം ചില ഡെന്റിസ്റ്റുകൾ അവര് കൃത്യമായിട്ട് തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ചവച്ചരച്ച് ഇന്ന രീതിയിൽ നമ്മളെ ഭക്ഷണത്തിലൂടെ കഴിച്ചാൽ മാത്രമേ ഈ പോഷകങ്ങൾ ശരീരത്തിലേക്ക് അബ്സോർബ് അല്ലെ ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ അവർ നിർദ്ദേശിക്കും. അങ്ങനെ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ എന്താണ് ആ പോഷകത്തിൻ്റെതായ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഈ ഡയറ്റീഷ്യൻസ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. Then collaborate with the medical staff in arranging, preparing and serving experimental metabolic research diets. അതായത് കൊളാബറേഷൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത്, അതായത് സഹകരിച്ച് കൈകാര്യം ചെയ്യണം. അപ്പൊ ഏത് സർവീസ് ആണെങ്കിലും അല്ലെ നമുക്കറിയാം ഇത് ഡയറ്ററി സർവീസ് ആണെങ്കിലും എന്താണ് നമ്മൾ സഹകരിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. വിത്ത് മെഡിക്കൽ സ്റ്റാഫിന് അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിങ്. ഇൻ കേസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല അത് അറേഞ്ച് ചെയ്യുക, ഉണ്ടാക്കുക അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും പഠിച്ചിരിക്കേണ്ടതുണ്ടെങ്കിലും എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ് അല്ലെ. ഒരു വ്യക്തിക്ക് ഇന്ന രീതിയിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഡയറ്റീഷ്യൻ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ്, ഇന്ന രീതിയിലുള്ള ഫുഡാണ് ഈ പേഷ്യന്റിന് കൊടുക്കേണ്ടത്, അതനുസരിച്ചിട്ട് കുക്ക് അത് കുക്ക് ചെയ്യുന്നു. ദെൻ എന്താണ് അത് കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ ഇവർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും ഈ ഭക്ഷണമൊക്കെ ഈ പേഷ്യന്റിനെ എത്തിക്കുന്നത്. വീണ്ടും ഈ പേഷ്യന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ ഒരു ഒന്നിച്ചുള്ള ഒരു നല്ല പ്രവർത്തനമായിരിക്കണം എന്ത് എല്ലാവരുടെയും ഒത്തൊരുമയുള്ള പ്രവർത്തനമാണ് റിസൾട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡയറ്റീഷ്യൻ മാത്രം വിചാരിച്ചാലൊന്നും ഇത്തരം കാര്യങ്ങൾ സാധ്യമാകില്ല. അതാണ് പറയുന്നത് കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിങ് എക്സ്പെരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റ്സ്. അങ്ങനെയുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുകയുള്ളൂ. Then to keep good nutrition status of all patients. എല്ലാവർക്കും തന്നെ നല്ല പോഷക സമൃദ്ധമായ പേഷ്യൻസിന് എല്ലാവർക്കും നല്ല പോഷക സമൃദ്ധം എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ് കീപ്പ് ചെയ്യേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത്. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സെർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. അത് എന്താണ് A to Z വരെ അല്ലെ നമ്മുടെ ഇതില് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് മുതൽ ഇന്ന രീതിയിലുള്ള ഫുഡാണെന്ന് ഉണ്ടാക്കി തീർക്കുന്നത് മുതൽ ആ മെനു അറേഞ്ച് ചെയ്യുമ്പോഴും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് സെർവ് ചെയ്യുമ്പോഴും എല്ലാവർക്കും വിളമ്പിട്ട് കൊടുക്കുമ്പോഴും അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്നത് മീൽസ് കൈകാര്യം മാനേജ് ചെയ്ത് പോകുമ്പോഴും എല്ലാം എന്താണ് നല്ല പോഷക സമൃദ്ധം എന്നുള്ള സ്റ്റാറ്റസ് ആണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുക.
ഓക്കെ, അതില് മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അതായത് നമ്മള് ഓരോ ഭാഗം തരംതിരിക്കേണ്ടത്, പോർഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തരംതിരിച്ച് വെക്കേണ്ടതുണ്ട്. ചിലർക്ക് നമുക്കറിയാം ഉണ്ടാക്കുക മാത്രമല്ല, ഓരോരുത്തർക്ക് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല അല്ലെ, ചില അപ്പൊ പാകം ചെയ്ത് വെക്കണം. ഇന്ന പേഷ്യന്റിന് ഇന്ന രീതിയിൽ ഉള്ള ഫുഡാണ്, മറ്റു പേഷ്യന്റിന് മറ്റുള്ള രീതിയിലാണ്. തന്നെ അസംബിൾ ചെയ്യുന്നത്. ഇതെല്ലാം ഇപ്പൊ നമുക്കറിയാം ഒരു വാർഡിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിനും ചിലപ്പോൾ ഡയറ്റീഷ്യൻസിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അത് ഉണ്ടാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ അത് ഏത് ഭാഗമാണ്, ഏത് വ്യക്തികൾക്ക് ഏത് തരത്തിലുള്ളതാണെന്ന് പോഷൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇൻ കേസ് എല്ലാം കൂടി അസംബിൾ ചെയ്യേണ്ടതുണ്ട്, അതായത് ഒന്നിച്ച് കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വിതരണം ചെയ്യേണ്ടതുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അറിയാം ഒരു വാർഡാകുമ്പോഴും വ്യത്യസ്ത പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും മേക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, മേക്ക് കഴിഞ്ഞു. ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യന്റെ ആ ചാർട്ട് അനുസരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഓരോ ഭാഗമായിട്ട് തരംതിരിഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഓരോ വ്യക്തിക്ക്, ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ബിരിയാണിക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ ചിലർക്ക് എന്താണ് ഡയബറ്റീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡേ കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞോളം കുഴപ്പമില്ല. അതേസമയം മറ്റ് ഹെവി വെയിറ്റിലാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞോളം ബിരിയാണി ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അതേസമയം മറ്റ് അവര് പ്രിഫർ ചെയ്യണതാവാം, ഒരു പക്ഷെ പേഷ്യൻസ് പ്രിഫർ ചെയ്യാം, ആഗ്രഹിക്കാം. പക്ഷെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശം കൂടി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഓരോ വ്യക്തിക്കും എന്താണ് വ്യത്യസ്ത ഇതായിരിക്കും, ഇൻ കേസ് ഒരു വാർഡ് തന്നെയാണെങ്കിൽ കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ മേക്ക് ഉണ്ടാക്കുക, പോഷൻ ചെയ്യുക, ഓരോരുത്തർക്ക് തരംതിരിക്കുക, പിന്നെ ഇതെല്ലാം അസംബിൾ ചെയ്യുക, കൂട്ടിച്ചേർക്കുക, പിന്നെ അവർക്ക് അവിടെ ചെന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾക്ക് ഒരു നെക്സ്റ്റ് 2 ഭാഗങ്ങളുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ജസ്റ്റ് പോയിട്ട് ഞാൻ എന്തായാലും ഞാൻ എടുത്ത ഭാഗങ്ങളൊന്ന് നിങ്ങൾക്കൊന്ന് 2-3 ചാപ്റ്റേഴ്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ്, സിറ്റുവേഷൻസ്, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് തർക്കങ്ങൾ, എന്തൊക്കെ പ്രോബ്ലംസ് അവിടെ വരാമെന്നുള്ളതാണ്. ആരൊക്കെ തമ്മിൽ തർക്കങ്ങൾ വരാം? ഫുഡ് സർവീസ്, ഫുഡ് സപ്ലൈ ചെയ്യാൻ അല്ലെ, അവര് ഉണ്ടാക്കി അത് വിതരണം ചെയ്യുന്നവര് തമ്മിലും സ്റ്റാഫുകൾ തമ്മിൽ, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫും തമ്മിൽ തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ചിലപ്പോൾ നമുക്കറിയാലോ, ഡയറ്റീഷ്യന്റെ ചാർട്ട് അനുസരിച്ചിട്ടല്ല നിങ്ങൾ ഞങ്ങൾക്ക് സെർവ് ചെയ്തിരുന്ന നഴ്സുമാർ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ തർക്കങ്ങൾ ആര് തമ്മിലാണ്? അവിടെ ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്ത സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലായിരിക്കും തർക്കങ്ങൾ വരും. Then complaints against the department with regard to the quality of food. ചിലപ്പോഴൊക്കെ എന്താണ്, ഡിപ്പാർട്ട്മെന്റിന് നേരിട്ട് തന്നെ കംപ്ലൈന്റ്സ് പോവാൻ, ഭക്ഷണത്തിന്റെ ആ ഒരു ഗുണമേന്മയുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് പോവാനുള്ള സാധ്യതയുണ്ട്. Then നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ എ ഡിപ്പാർട്ട്മെന്റ്. അതായത് അവിടെ നമുക്ക് അറിയാം, പ്രധാനമായിട്ടും ചെറിയ രീതിയിലുള്ള തെഫ്റ്റ് ആണെങ്കിൽ അല്ലെ, കലാത്തരം അല്ലെങ്കിൽ കവർച്ചയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ചൊക്കെ ബൾക്കായിട്ടായിരിക്കും ചിലപ്പോൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരിക. നമ്മളറിയാം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കണം എന്നാണ്. അപ്പൊ നല്ല നല്ല സാധനങ്ങൾ ചിലപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കണമായിരിക്കും ഫുഡ് നന്നാവണമെങ്കിൽ. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ മോഷണം പോകാനും കവർച്ചയായി ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. വലിയ വലിയ വഞ്ചകരൊക്കെ ആണെങ്കിൽ എന്താണ്, അവര് ഒന്നിച്ച് മെറ്റീരിയൽസ് മൊത്തത്തിൽ തന്നെ മാനേജ്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മൊത്തത്തിൽ സാധനങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ അല്ലെ, കവർന്നു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഗാർബേജ്. അതായത് നമുക്കറിയാം കാറ്ററിംഗ് സർവീസ് ഒക്കെ ആണെങ്കിൽ, കാറ്ററിംഗ് സർവീസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ ഒരുപാട് വേസ്റ്റുകൾ അല്ലെ, നമുക്കറിയാം പച്ചക്കറി ആണെങ്കിലും മറ്റെന്താണെങ്കിലും വേസ്റ്റുകൾ അല്ലെങ്കിൽ കവറുകള് അങ്ങനെ കുറെ വേസ്റ്റുകള് അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്, അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളും ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം എന്താണ് അവിടെ ഉണ്ടാവാനായിട്ടുള്ള ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ അപ്ലൈഡ് ഇൻ ഡയറ്ററി. എന്തൊക്കെ പോളിസി, എന്തൊക്കെ നയങ്ങളാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് ഉള്ളതെന്നാണ് ഇവര് പറയുന്നത്. ഇതില് ജസ്റ്റ് വായിക്കുന്നുള്ളൂ. എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോവാം. കാരണം
നമുക്ക് കുറച്ച് അത് റിവിഷൻ ക്ലാസ് ആയിട്ട് മാത്രം നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് ഭാഗം നിങ്ങൾക്ക് പെൻഡിങ് വിട്ടിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരുള്ളൂ. ഈ പേജുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് അതിൽ എന്താ പറയുന്നത്, ഡയറ്റീഷ്യൻസ് ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. അതായത് ഡയറ്റീഷ്യൻസ് പൊതുവെ എന്താണ് എന്തിനൊക്കെ ബാധ്യസ്ഥരാന്ന് പറയുന്നത്, ഗുണമേന്മയ്ക്കും അതേമാതിരി തന്നെ അളവിന്റെ കാര്യത്തിലും ഫുഡ് ഐറ്റംസിന്റെ അളവിന്റെ കാര്യത്തിലും ഗുണമേന്മയുടെ കാര്യത്തിലും ബാധ്യസ്ഥരാണ് ഡയറ്റീഷ്യൻസ്. ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ നടപടിക്രമങ്ങളെല്ലാം ഇവരാണ് വിവരിച്ചു കൊടുക്കേണ്ടത് അല്ലെ. ഇനി പേഷ്യന്റിന് ഇന്ന നിലവാരമുള്ള ഫുഡ് കൊടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്, ഡയറ്റീഷ്യൻസ് ആണ്. The next power of emergency purchase should be given to the officer in charge. അതായത് ഇന്ന സാധനങ്ങൾ അവിടെ തീർന്നിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം മേടിക്കണമെന്ന് ഓർഡർ കൊടുക്കാനായിട്ടുള്ള ആ ഒരു അധികാരം ആർക്കാണ്, ഡയറ്റീഷ്യൻസിനുണ്ട്. A team consisting of 3-4 members should inspect the food item received. അതായത് 2-3-4 മെമ്പേഴ്സ് ആണ് പൊതുവെ എന്താണ് ഫുഡ് ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യാനായിട്ട് ഒരു ടീം തന്നെ ഉണ്ടാവേണ്ടതുണ്ട്, ഉൾക്കൊണ്ടേണ്ടതുണ്ട്. ഇന്ന സാധനങ്ങൾ മേടിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി 3-4 മെമ്പേഴ്സ് ഇതിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എവറിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ്. എപ്പോഴും എന്താണ് മെയിൻറ്റെയിൻസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അവിടെ വരുന്നുണ്ടോ, ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ അത് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സൂപ്പർവിഷൻ എന്നുള്ള മോഡലില് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നയ നടപടികളെല്ലാം ഉണ്ടാക്കേണ്ടത് ഡയറ്ററി സർവീസസിന്റെ ഒരു ഭാഗം തന്നെയാണ്. Then a proper sanitation and cleanliness that includes a product control measure should be noticed. എന്തെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ അല്ലെ, അതേമാതിരി തന്നെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ, എന്തെങ്കിലും വരുത്തല്. നമുക്കറിയാം ഒത്തിരി ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നിച്ച് ബൾക്കായിട്ടൊക്കെ ചിലപ്പോൾ മേടിച്ച് വരയ്ക്കേണ്ടതുണ്ടാവും. അവിടേക്ക് എന്താണ് റോഡന്റ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിശല്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ മെഷർ ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും എലി കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ഇതിനുമേലെ അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. Then supervisory staff should be ready in patients' kitchen throughout all working hours and the work schedule should be arranged properly. ഡയറ്റീഷ്യന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, സൂപ്പർവൈസറി സ്റ്റാഫുകളും കൂടി അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സൂപ്പർവൈസറി സ്റ്റാഫുകൾ എന്തായാലും പേഷ്യൻസിന്റെ കിച്ചണിൽ എപ്പോഴും വർക്കിംഗ് അവേഴ്സിലൊക്കെ നമ്മൾ എന്താ പറയാ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരുടെ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. കൃത്യമായി തന്നെ നമുക്കറിയാം 24 hours വർക്കിംഗ് ആണ് എന്ത് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ടൈമിലും ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ അവിടെ വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്യണം. Then the ward should be visited by dietitian every day. എപ്പോഴും ഡയറ്റീഷ്യൻസ് എല്ലായ്പ്പോഴും എന്താണ് വിസിറ്റ് ചെയ്യണം, വാർഡുകളെല്ലാം വിസിറ്റ് ചെയ്യണം. ഇവർ കൊടുക്കുന്ന സർവീസുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ടോ എന്നൊക്കെ ഡയറ്റീഷ്യൻസ് എവരി വിസിറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ക്ലിയർ ഔട്ട് പോകുന്നത്. സർവീസ് തിങ്സ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. എപ്പോഴും സേവനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കണം. നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. നഴ്സസ് എന്താണ് അവര് കൃത്യമായി തന്നെ എക്സാം ചെയ്യുന്ന ഇന്ന വാർഡിൽ ഇന്ന രീതി ഡയറ്റീഷ്യന്റെ ചാർട്ട് അനുസരിച്ചിട്ടുള്ള ഫുഡാണോ അവിടെ വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അവര് പരിശോധിച്ചിരിക്കണം. നഴ്സസ് ഷുഡ് ബി എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. ഓരോ വാർഡിലും ഏത് തരത്തിലുള്ള ഫുഡാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ അവര് എക്സാം ചെയ്യണം, പരിശോധിച്ച് വിലയിരുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നയങ്ങളാണ് എന്താ നമ്മുടെ ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ അപ്ലൈ ദ ഡയറ്ററി സർവീസ്. ഓക്കെ, ഇതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിലാണ് പൊതുവെ ഇടാനായിട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള അവസരം കൂടിയാണിത്. അപ്പൊ നമുക്ക് നമ്മളെടുത്ത ഭാഗങ്ങൾ ജസ്റ്റ് നോക്കാം. ഈ ഭാഗത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടി നമുക്ക് കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ എന്തായാലും നാം പഠിപ്പിച്ച ഇതുകള് നമുക്കറിയാം
വലിയ ചാപ്റ്റേഴ്സും ഉണ്ടായിരുന്നു, ചെറിയ ചാപ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഓഫീസ് പോലെയുള്ള വലിയ ചാപ്റ്റർ ഉണ്ടായിരുന്നു. ചെറിയ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് അതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അതേമാതിരി തന്നെ സെക്കൻഡ് മൊഡ്യൂളിലെ ലൈബ്രറി സർവീസ് ഒക്കെ ചെറുതാണ്. അതേസമയം വില്ലേജ് വേസ്റ്റ് ഒക്കെ ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ PDF ഒന്ന് കളക്ട് ചെയ്തെങ്കിലും ചെയ്ത് നോക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ ബ്രേക്ക് തരാം. ഞാൻ എടുത്ത PDF ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിച്ചൊന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇച്ചിരി ഡൗട്ട് ആയിട്ട് തോന്നുന്നത്? ഫ്രണ്ട് ഓഫീസ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടതുണ്ടോ? ഓപ്പറേഷൻ തിയേറ്റർ പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. പറഞ്ഞോ. പരീക്ഷയ്ക്ക് ഏതൊക്കെ ഉണ്ടാവും? പരീക്ഷയ്ക്ക് വരുന്ന ലെസൺസ്, അതായത് എക്സാമിന് പൊതുവെ ക്വസ്റ്റ്യൻസുകള് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു ഇത് ക്ലിയർ ആയില്ല. നെറ്റ് ഇഷ്യൂസിന്റെ ആണോന്ന് അറിയില്ല. പരീക്ഷയ്ക്ക് എന്താണെന്ന് മീൻ ചെയ്തത് ഉദ്ദേശിച്ചില്ല. എക്സാമിന് വരുന്ന ചാപ്റ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിന്റെയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. നിങ്ങൾ എന്തായാലും ഈ 2 ഇതിലൂടെ എന്തായാലും പഠിച്ചു വെക്കുക. ഈ 2 PQകളിൽ എന്തായാലും എക്സാം ഉണ്ടോ. അപ്പോ ഈ 2 മൊഡ്യൂളും ഒരു എക്സാം ആയിട്ടാണ് നടക്കുന്നത്. അതെ അതെ, 2 മൊഡ്യൂളും ഒരു എക്സാം ആയിട്ടാണ്.
അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓരോ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ടീച്ചറെ ടൈം എത്ര ആയിരിക്കും ടീച്ചറെ എക്സാമിന്റെ? ടൈം എന്തായാലും ഒരു 1 മണിക്കൂറാണ്. 2 മൊഡ്യൂളിനോട് 1 മണിക്കൂറാ? ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ചിട്ടല്ലേ നിങ്ങൾക്ക് തരുള്ളൂ. അടുത്ത മാസം പെട്ടെന്ന് പറയായിരിക്കോ? ഒരാഴ്ചന്റെ ഉള്ളിലൊക്കെ ഒരാഴ്ച ഗ്യാപ്പ് ഒക്കെ കിട്ടൂലേ? അത് നമുക്കറിയില്ല മാനേജ്മെന്റ്. എന്തായാലും ടൈമിന്റെ കാര്യവും അവര് പറയും കേട്ടോ, കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മള് ശരിക്കും 3:30 1.5 മണിക്കൂർ വെച്ചിട്ടാണ് എക്സാം ഉണ്ടാവുക. 1 മണിക്കൂറല്ല, 1.5 മണിക്കൂറായിരിക്കും 2 മൊഡ്യൂളിന്റെയും. എന്തായാലും ടൈമിന്റെയും ഏത് ദിവസം എന്നുള്ള കാര്യമൊക്കെ എന്തായാലും കൃത്യമായിട്ട് അവർ പറയും. എന്തായാലും പോർഷൻസ് എന്തായാലും ഞങ്ങളുടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എക്സാമിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നേരിട്ട് മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എക്സാം എന്താണെന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് തരും എന്നായിരിക്കും എക്സാം. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ള ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിനോട് നേരിട്ട് തന്നെ ചോദിക്കാം എന്താണെന്നുള്ളതും ഇത് ടൈമാണെന്നും ഉള്ള കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്ത് ചോദിക്കും. പിന്നെ പോർഷൻസ് ഏതാണ്ടും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിന്റെ കൂടി കുറച്ചും കൂടി എടുക്കാനുള്ളതാണ്. ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെയും അല്ലെ ഒരുമാതിരി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എടുത്ത ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ ഒന്നുകൂടി ഞാനിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനൊന്നും ഒരു അവസരം തന്നില്ലായിരുന്നു. അതായത് ഈ ഫങ്ഷൻസ് തുടങ്ങി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ക്ലിയർ ചെയ്യാം. എന്തായാലും ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോ എന്താണ് നിങ്ങൾ വരുമ്പോൾ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ക്വസ്റ്റ്യൻസുകൾ മോക്ക് ടെസ്റ്റിൽ ഉള്ള ആ ഒരു മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് ഓഫീസിന്റെ ഏതെങ്കിലും 1-2 ചാപ്റ്ററെങ്കിലും തുടങ്ങണമെന്ന് എനിക്ക് സമയം ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ നിലവില് ഇത്രയൊക്കെ സമയമായി, നമ്മുടെ സമയം കഴിയാറായല്ലേ. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലെങ്കിലും നിങ്ങൾ ഇപ്പൊ എന്തായാലും എല്ലാവരും കളക്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് എന്തോരം ഉണ്ടെന്നോ വെച്ചാൽ അത്രയും നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. നെക്സ്റ്റ് എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മൾ എടുത്ത ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, മൺഡേ 1-2 എക്സാം ഇപ്പൊ ഉണ്ടാവുക. അത് എന്തായാലും നിങ്ങളെ ഇൻഫോം ചെയ്യും. നെക്സ്റ്റ് വീക്കിലാണ് ഇൻഫോം ചെയ്യാൻ സാധ്യത എന്നായിരിക്കും എക്സാം എന്നുള്ള കാര്യം. എക്സാം ഇൻഫോം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാനേജ്മെന്റിനോട് ചോദിക്കാം. താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തായാലും ഇന്നൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചോദിക്കാം. എല്ലാവരും തന്നെ എല്ലാ ഭാഗവും ഒന്ന് നോക്കിയിരിക്കാം. താങ്ക് യു.